മാസങ്ങളായി തന്നെ പശ്ചിമേഷ്യയെ ആശങ്കയിലാഴ്ത്തിയ അമേരിക്ക ഇറാൻ സംഘർഷത്തിന് വിരാമമാകുന്നുവെന്ന സൂചനകൾ ഇപ്പോൾ കൂടുതൽ ശക്തമായിരിക്കുകയാണ്. എന്നാൽ ആണവായുധം ഇറാൻ വികസിപ്പിക്കുന്നത് നിർത്തില്ല എന്ന് വ്യക്തമായ ഒരു സൂചന നൽകിയതോടുകൂടി തന്നെ ഇപ്പോൾ വീണ്ടും ഇറാനെ വരിഞ്ഞു മുറുക്കാനാണ് അമേരിക്ക പദ്ധതിയിടുന്നത്. ആണവായുധം ഉപേക്ഷിച്ചില്ല എങ്കിൽ ഇറാനെ എണ്ണ വിൽക്കാൻ സമ്മതിക്കില്ല എന്ന ശക്തമായ താക്കീതാണ് നൽകിയിരിക്കുന്നത്. 14 പോയിന്റുകളുള്ള ഇടക്കാല ധാരണയിൽ ഇറാൻ ആണവായുധം വികസിപ്പിക്കില്ല എന്ന ഉറപ്പ്, അതേപോലെ തന്നെ എണ്ണ വിപണിയുടെ ജീവനാഡിയായ ഹോർമൂസ് തുറന്നു പ്രവർത്തിക്കുമെന്ന വ്യവസ്ഥയും അവിടെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ടെഹ്റാന്റെ കയ്യിൽ ആണവായുധം ഉണ്ടാകില്ല എന്ന അവകാശവാദമാണ് ട്രംപ് നടത്തിയിരിക്കുന്നത്. അതേസമയം ഇത്തരത്തിൽ ആണവ ഭീഷണി അവസാനിക്കുമോ എന്നും പശ്ചിമേഷ്യയിൽ സ്ഥിര സമാധാനം പിറക്കുമോ എന്നതൊക്കെ ചോദ്യചിഹ്നമായി മാറുമ്പോൾ ലോകം പല രീതിയിലും ഉറ്റുനോക്കുകയാണ്. അമേരിക്ക ഇറാൻ സമവായത്തിന്റെ അടുത്ത അധ്യായം എന്താകും, അല്ലെങ്കിൽ ഏത് രീതിയിലേക്ക് നീങ്ങും എന്നതിലൂടെ. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന കരാർ സംബന്ധിച്ച നിർണായക പ്രഖ്യാപനമായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവിടെ നടത്തിയത്. ഇറാന്റെ ആണവ പദ്ധതിക്ക് ശക്തമായ നിയന്ത്രണം കൊണ്ടുവരുമെന്ന തരത്തിലുള്ള ധാരണയാണ് ഇരു രാജ്യങ്ങളും കൈവരിച്ചതെന്നും ട്രംപ് അവകാശപ്പെടുന്നു. ഇറാൻ ഒരിക്കലും ആണവായുധം സ്വന്തമാക്കില്ല എന്ന് ഉറപ്പാക്കുന്നത് ഒരു മതിലായി തന്നെ ഈ ഒരു കരാറിനെ കാണാം എന്നതാണ് ട്രംപിന്റെ അവിടെ പ്രതികരണമായി തന്നെ പുറത്തു വന്നത്. കരാറിന്റെ പൂർണ്ണ വിവരങ്ങൾ വളരെ വേഗം തന്നെ പുറത്തുവിടുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ നിരവധി വർഷങ്ങളിലായി തന്നെ വലിയ സംഘർഷങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ആണവ കരാർ, സാമ്പത്തിക ഉപരോധങ്ങൾ, എണ്ണ കപ്പലുകൾക്കെതിരായ ആക്രമണങ്ങൾ, പ്രാദേശിക സൈനിക സംഘർഷങ്ങൾ തുടങ്ങി നിരവധി വിഷയങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കാൻ ഇടയാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇരു രാജ്യങ്ങളും സമവായത്തിലേക്ക് നീങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതീക്ഷയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കരാറിന്റെ ഭാഗമായി തന്നെ ഇറാൻ ആണവായുധ വികസന ശ്രമങ്ങൾ പൂർണ്ണമായും തന്നെ ഉപേക്ഷിക്കുമെന്നതാണ് സൂചന. അതോടൊപ്പം തന്നെ ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ കപ്പൽ പാതകളിൽ ഒന്നായ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി തന്നെ തുറന്നു പ്രവർത്തിക്കുമെന്നും ധാരണ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ലോക വ്യാപാരത്തിന്റെ വലിയൊരു പങ്കും ഈ കടലിടുക്കിലൂടെ തന്നെയാണ് നടക്കുന്നത്. അതിനാൽ തന്നെ ഈ മേഖലയിലെ സ്ഥിരത ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ആശ്വാസമാകും. ഇതോടൊപ്പം തന്നെ ഇറാനെതിരായ ചില സാമ്പത്തിക ഉപരോധങ്ങളിൽ ഇളവ് നൽകുന്നതും അമേരിക്ക പരിഗണിക്കുന്നു എന്നതാണ് റിപ്പോർട്ട്. പ്രത്യേകിച്ച് എണ്ണ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളിൽ ഇളവ് ലഭിച്ചാൽ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ഒരു ഉണർവാകും. അതേസമയം ആഗോള എണ്ണ വിലയിൽ കുറവുണ്ടാകുവാനും സാധ്യതയുണ്ടെന്നതാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. എന്നാൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്ന് പറയാൻ ഇനിയും സമയമായിട്ടില്ല. കരാറിന് സാങ്കേതിക വിശദാംശങ്ങൾ, ആണവ പരിശോധനാ നടപടികൾ, അന്താരാഷ്ട്ര നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവ സംബന്ധിച്ച് അന്തിമ ധാരണകൾ ഇനിയും പൂർത്തിയാകാനുണ്ട്. അടുത്ത ഏതാനും ആഴ്ചകളിലെ ചർച്ചകളായിരിക്കും ഈ ഒരു കരാറിന്റെ ഭാവി കൂടുതൽ നിർണായകമാകുന്നത്. ഈ സാഹചര്യത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധ ഇപ്പോൾ വാഷിംഗ്ടണിലേക്കും ടെഹ്റാനിലേക്കും ഉറ്റുനോക്കുകയാണ്. കാരണം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധത്തിൽ ഉണ്ടാകുന്ന ഏതൊരു മാറ്റവും പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ ഭൂപടത്തെ തന്നെ, ആഗോള സമ്പദ് വ്യവസ്ഥയെ പോലും നേരിട്ട് ബാധിക്കുന്ന ഒന്നായി തന്നെ മാറും. മാത്രമല്ല, ഇതിനാൽ തന്നെ സമാധാനത്തിന്റെ പുതിയൊരു അധ്യായമാണോ ഇവിടെ തുറക്കുക എന്നതാണ് ചോദ്യമാകുന്നത്. അതുപോലെ തന്നെ പതിറ്റാണ്ടുകളായുള്ള ശത്രുതയ്ക്ക് വിരാമമാകുമോ, ആണവ ഭീഷണികൾക്ക് അറുതിയാകുമോ എന്നതും ഒരു ചോദ്യമായി തന്നെ ഉയരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.